ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനായി കേരളത്തിൽ ഉൾപ്പെടെ സ്ക്രീനിംഗ് കമ്മിറ്റികൾക്ക് രൂപം നൽകി. സംസ്ഥാനത്തെ പാർട്ടി അധ്യക്ഷന്മാരും മുതിർന്ന നേതാക്കന്മാരും സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന എഐസിസി ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് സ്ക്രീനിംഗ് കമ്മിറ്റി. കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി വേണുഗോപാൽ, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് എന്നിവരാണ് കേരളത്തിലെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കമ്മിറ്റിയിലില്ലെങ്കിലും മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രത്യേക ക്ഷണിതാവായി സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയേക്കും. ആന്ധ്രയുടെ ചുമതല വഹിക്കുന്ന ഉമ്മൻചാണ്ടി അവിടുത്തെ കമ്മിറ്റിയിലും അംഗമാണ്. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവായ PC ചാക്കോ ദില്ലിയിലെ കമ്മിറ്റിയിലെ അംഗമാണ്. സംസ്ഥാന തലത്തിൽ ജംബോ സ്ക്രീനിംഗ് കമ്മിറ്റികൾ ഇത്തവണ വേണ്ടെന്ന് പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിരുന്നു. ഓരോ മണ്ഡലത്തിൽ നിന്നും 3 പേരുടെ പരിഗണനാ പട്ടികയാണ് സമിതി തയ്യാറാക്കേണ്ടത്. ഹൈക്കമാൻഡിന്റെ നിലപാട് വിജയസാധ്യതയുള്ള സിറ്റിംഗ് എംപിമാർ തുടരട്ടെ എന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. അല്ലാത്ത സീറ്റുകളിൽ വനിതകൾ, പുതുമുഖങ്ങൾ എന്നിവരെ പരിഗണിക്കും. MLA മാർ, മുതിർന്ന നേതാക്കൾ എന്നിവർ മത്സരിക്കുന്ന കാര്യത്തിലും സമിതി തീരുമാനമെടുക്കും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 230 മണ്ഡലങ്ങളുടെ പ്രചരണ ചുമതല രാഹുൽ ഗാന്ധി യൂത്ത് കോൺഗ്രസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്.